അമലേടാ, തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ശാന്തി സമാധാനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അല്ലടാ ജമീലെ, അതായത് ഈ ജയിച്ച കോൺഗ്രസിനുണ്ടായിരുന്ന അത്രയും പ്രശ്നം ഇവിടെ എന്നാണല്ലോ. അതിന് കാരണം എന്താ? ഇവിടെ ഒരു PV ഉണ്ടായിരുന്നു, പിണറായി വിജയൻ. ആരും അങ്ങനെ വലിയ വിമർശനത്തിനൊന്നും പോയില്ല. അതൊക്കെ അവിടെ കൊണ്ടങ്ങ് കെട്ടടങ്ങി. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം ഒരു PV അൻവറിന് ഒരു വിളിപ്പേരുണ്ട്, കടന്നൽ രാജാവായിരുന്നു സൈബർ പോളിയർ. ഈ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത വിഷയത്തിലും അൻവർ ഒരു ന്യായീകരണമായിട്ട് ഇറങ്ങുമ്പോൾ അതിന് വലിയ പിന്തുണയും കിട്ടുമായിരുന്നു. ആ പിന്തുണ ഇപ്പോൾ ഉണ്ടോ? പിന്നെ സൈബർ ഇടത്തിലൊക്കെ ഇപ്പോഴും കടന്നൽ രാജ തന്നെയാണ് PV അൻവർ, സംശയമില്ല. ഈ ശിവൻകുട്ടി ഇന്നലെ അൻവറിനെ ഉത്തരത്തിലെ പല്ലി എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ താഴെ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, സമീപകാലത്തൊന്നും CPM നേതാക്കൾക്ക് ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ സ്വരാജ്, കാരണം ഈ CPM സൈബർ സഹായുടെ ഒരു താത്വിക ആചാര്യനാണ് സ്വരാജ്. സ്വരാജിനെ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുകയാണ് സൈബർ സഹാക്കൾ. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും നേരിടുന്നുണ്ട് ഈ പ്രതിസന്ധി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് നമ്മൾ ഈ വ്യാജ പ്രൊഫൈലുകൾ അങ്ങനെ ഒന്നും അല്ല. അത് ആ പ്രൊഫൈലുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ കൃത്യമായ ഇടത് ആദർശം ഉയർത്തിപ്പിടിക്കുന്ന ആ മൂല്യങ്ങളുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ വിമർശനം പറയുന്നുണ്ട്. അതൊന്നുമല്ല ഷെഫിനെ, പോരാളികളുടെ പോരാളിയുണ്ട്, പോരാളി ഷാജി അൻവറിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നു. കുഞ്ഞാപ്പ ജയിലിൽ കിടക്കുന്നതാണ്. ഐസ്ക്രീം കേസ് അട്ടിമറിച്ചത് ആരാണ്? ശശിയെ ലക്ഷ്യം വെച്ചുള്ള ഒരു പോസ്റ്റ് വന്നിരിക്കുന്നു. മാത്രമല്ലെന്നേ, ഇനി മറ്റേ നമ്മുടെ ജയരാജന്റെ റെഡ് ആർമി നേരത്തെ അൻവറിന് പിന്തുണയായിട്ട് വന്നു. പക്ഷേ ഇന്നലെ പാർട്ടി മുഖ്യമന്ത്രിയൊക്കെ തള്ളിപ്പറഞ്ഞ് ഇത്രയധികം വിഷയമായതോടുകൂടി റെഡ് ആർമി പ്ലേറ്റ് തിരിച്ചു. ഈ സൈബർ സഖാക്കൾക്കിടയിൽ ഇപ്പോഴും രാജാവായി തന്നെ അൻവർ തുടരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ പിന്നെ ഈ CPM രാഷ്ട്രീയമൊക്കെ നോക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു പിന്തുണയൊക്കെ അൻവറിന് ഇനി അങ്ങോട്ട് കിട്ടുമോ? ഈ സൈബർ ലോകമാണോ? സൈബർ ലോകത്തിൽ ഒരു പിന്തുണ കണ്ടിട്ട് നമുക്ക് CPM അണികൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് പറയാൻ കഴിയില്ല. കാരണം അത് കൃത്യമായി മനസ്സിലാക്കുന്നത് ഇനി വരുന്ന പാർട്ടി സമ്മേളനങ്ങളിലാണ്. ഒക്ടോബർ മാസം 1 തൊട്ട് ലോക്കൽ സമ്മേളനങ്ങൾ അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ യഥാർത്ഥത്തിൽ അൻവർ കൊളുത്തിരിക്കുന്ന തീ കാട്ടുതീയായി കഴിഞ്ഞു. അതിനി പാർട്ടി സമ്മേളനങ്ങളിലെ എത്രമാത്രം തീ പിടിപ്പിക്കുമെന്നാണ് അറിയേണ്ടത്. CPM മാത്രമല്ലെന്നേ, ഈ CPM-നപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രൊഫൈലുകൾ, സൈബർ പ്രൊഫൈലുകൾ, ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റൊക്കെ വെച്ചിട്ട് അതായത് പുതുപ്പള്ളി പുണ്യാളന ശക്തിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. പാർട്ടി സമ്മേളനങ്ങളിൽ പോരാളി ഷാജിമാരുണ്ടാകുമോ എന്നുള്ളതാണ് എനിക്ക് ചോദ്യം. അങ്ങനെ ഉണ്ടായാൽ പാർട്ടി സമ്മേളനങ്ങളിൽ നേതാക്കന്മാർ ഒരുപാട് വേർക്കേണ്ടി വരും. ഇതൊക്കെ ബോധ്യപ്പെടുത്തണം.